നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേത്. യൂട്യൂബ് ചാനലുകളിൽ കുടുംബത്തിലെ 6 പേരും സജീവമാണ്. കൃഷ്ണകുമാറിന്റെ 4 മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടേതായി കരിയറും വരുമാന മാർഗങ്ങളും ഉണ്ടാക്കാനായി. സിന്ധു മക്കൾ അഹാനയും ദിയയും ഇഷാനിയും ഹൻസികയും എല്ലാം യൂട്യൂബ് ചാനലുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. സ്വന്തം വീട്ടിലെന്നതുപോലെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ആളുകൾ അറിയുകയും ചെയ്യാറുണ്ട്. ദിയയുടെ വിവാഹശേഷം കൃഷ്ണകുമാറിന്റെ വീട്ടിൽ പുതിയ വിശേഷം കൂടി എന്നാണ് എത്താൻ പോകുന്നതെന്നാണ് ചോദ്യം. ഇഷാനിയാണോ അഹാനയാണോ ഇനി വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന ചർച്ച സജീവമാണ്. നിലവിൽ ഇതിൽ 2 പേരും പ്രണയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൃഷ്ണകുമാറിന്റെ 4 പെൺമക്കളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാണ്. അച്ഛനു പിന്നാലെ അഹാന സിനിമയിലെത്തി. അഹാനയ്ക്ക് പിന്നാലെ ഇഷാനിയും മമ്മൂട്ടി ചിത്രത്തിലൂടെ തുടക്കം കുറിച്ചു. നല്ല റോളുകൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കാൻ തന്നെയാണ് ഇഷാനിക്കും ഇഷ്ടം. പക്ഷേ ഇപ്പോൾ ഇഷാനി കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വർക്കൌട്ടിലും മോഡലിംഗിലും ഒക്കെയാണ്. അഭിനയത്തിലൂടെ കൃഷ്ണകുമാറും അഹാനയും നേടിയ ആരാധകരെ ഇവർ സോഷ്യൽ മീഡിയ വഴി എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം ഇവർക്ക് പ്രേക്ഷകർ ഏറെയാണ്. ബിസിനസ്സിലേക്ക് കൂടി ചുവടുറപ്പിച്ച കൃഷ്ണകുമാറിന്റെ മകൾ ദിയ ഇപ്പോൾ അമ്മയാക്കാൻ ഒരുങ്ങുകയാണ്. വീട്ടിലേക്ക് എത്തുന്ന ആദ്യ പേരക്കുട്ടിയെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കൃഷ്ണകുമാറും സിന്ധുവും. 4 പെൺമക്കളിൽ 2ാമത്തെ കുട്ടിയാണ് ദിയ. ചേച്ചി അഹാന നിൽക്കുമ്പോഴായിരുന്നു ദിയയുടെ വിവാഹം നടക്കുന്നത്. തങ്ങളുടെ ജീവിത പങ്കാളികളെ നേടാനുള്ള സ്വാതന്ത്ര്യമൊക്കെയും മക്കൾക്ക് മാതാപിതാക്കൾ എന്ന നിലയിൽ കൃഷ്ണകുമാറും സിന്ധുവും നൽകിയിട്ടുണ്ട്. പങ്കാളികളെ കണ്ടെത്താൻ മാത്രമല്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തെരഞ്ഞെടുക്കാനും ഒക്കെയും ഇവർ മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ പോലും മക്കളുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ സൂപ്പർ മം ആൻഡ് ഡാഡ് എന്ന് തന്നെയാണ് മക്കൾക്കും പറയാനുള്ളത്. പറഞ്ഞു വരുന്നത് ദിയയെ പോലെ തന്നെ ഇഷാനിയുടെ വിവാഹവും ഉറപ്പിച്ചോ എന്നുള്ള ചോദ്യം തന്നെയാണ്. രഹസ്യ വിവാഹം നടന്നോ എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ചുമന്ന ഹാരം കഴുത്തിൽ അണിഞ്ഞു നിൽക്കുന്ന ഇഷാനിയും സുഹൃത്ത് അർജുൻ നായരും ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അടുത്ത സുഹൃത്തുക്കളാണ് ഇവരെങ്കിലും പ്രണയത്തിലാണെന്ന സൂചന ഇടയ്ക്കിടെ ഇവർ സോഷ്യൽ മീഡിയ വഴി നൽകുന്നുണ്ട്. ചെറുപ്പം മുതൽക്കേ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇവർ വിവാഹം കഴിച്ചോ എന്നായിരുന്നു പ്രേക്ഷകർ ചോദിച്ചിരുന്നത്. എന്താണ് വൈറൽ വീഡിയോയുടെ യാഥാർത്ഥ്യമെന്ന് തേടിയപ്പോഴാണ് ദിയയുടെ 5ാം മാസത്തെ ചടങ്ങുകൾക്കിടയിൽ അശ്വിന്റെയും ദിയയുടെയും കഴുത്തിൽ കിടന്ന ചുമന്ന മാല ഇരുവരും അണിഞ്ഞതായി കാണുന്നത്. ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്ന ഇവരുടെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞതും. അല്ലാതെ അതൊരു ആചാരമോ ഇവരുടെ വിവാഹം നടന്നതോ അല്ലെന്നാണ് ഫാൻസ് തന്നെ പരസ്പരം കമന്റുകൾ പങ്കിടുന്നത്. ഇതുവരെയും പ്രണയം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും പിറന്നാൾ ദിനം പ്രത്യേകം ക്യാപ്ഷനുകൾ എഴുതിയൊക്കെ ഇരുവരും സോഷ്യൽ മീഡിയ താളുകളിൽ തങ്ങളുടെ ഇഷ്ടം കൈമാറാറുണ്ട്. അതേസമയം ദിയയുടെ വിവാഹത്തിന് പിന്നാലെ അഹാനയുടെ വിവാഹമായിരിക്കുമെന്ന് സിന്ധു പറഞ്ഞെങ്കിലും അത് മിക്കവാറും ഇഷാനിയുടേതാകുമെന്നാണ് ആരാധകർ പറയുന്നത്. കോളേജ് കാലം മുതലാണ് അർജുനുമായുള്ള ഇഷാനിയുടെ സൗഹൃദം ആരംഭിക്കുന്നത്. ദുബായിലും കേരളത്തിലും അർജുൻ ഇന്റീരിയർ ഡിസൈൻ കമ്പനികൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതേസമയം ദിയ കൃഷ്ണ എന്ന ഓസിയുടെ 5ാം മാസത്തെ ചടങ്ങുകൾ പൂജയും നടന്ന വിശേഷമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത്. വളകാപ്പിന് മുന്നേയുള്ള ലളിതമായ ഈ ചടങ്ങിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഓസി ചെയ്തിട്ടുണ്ട്. തന്റെ കാഴ്ചപ്പാടിലെ വിശേഷങ്ങളുമായി ഇഷാനി കൃഷ്ണയും എത്തിയിരിക്കുന്നു. ചടങ്ങിന് വേണ്ടി ഒരുങ്ങിയതും അതിന്റെ സന്തോഷവും ഒക്കെയാണ് ഇഷാനി പങ്കുവച്ചത്. ഈ ചടങ്ങ് പൂർണ്ണമായും അശ്വിന്റെ വീട്ടുകാർ അറേഞ്ച് ചെയ്തതാണ്. തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരമാണ് നടന്നത്. ചടങ്ങുകളെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ആദ്യത്തെ ദിവസം പൂജയും 2ാമത്തെ ദിവസം ചടങ്ങുകളുമായിരുന്നു അത്രേ. 1ാമത്തെ ദിവസം ഓസിയെ ചടങ്ങിന് വന്ന സ്ത്രീകൾ പൂക്കൾ തലയിലിട്ട് അനുഗ്രഹിക്കും. പക്ഷെ അതിൽ ഓസിയേക്കാൾ പ്രായം കുറഞ്ഞവർക്ക് സ്ഥാനമില്ല. 2ാമത്തെ ദിവസം സുമംഗലിയായ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ്. ചുരുക്കം പറഞ്ഞാൽ 2 ചടങ്ങിലും തനിക്ക് റോൾ ഇല്ലായിരുന്നു എന്ന് ഇഷാനി പറഞ്ഞിരുന്നു. അതേസമയം ആദ്യത്തെ ദിവസം ഓസിയെ അനുഗ്രഹിക്കാൻ മൂത്ത സഹോദരി എന്ന നിലയിൽ അഹാനയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നു. വിവാഹിതയല്ലാത്തതിനാൽ 2ാം ദിവസം പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇത്രയും പ്രായമായിട്ടും മിന്നുകെട്ടാതെ ഇങ്ങനെ നടക്കുന്നത് മോശമാണെന്നാണ് ഇഷാനി അഹാനയോട് പറയുന്നത്. എന്നാൽ അതിൽ അഹാനയ്ക്ക് വലിയ ഭാവവ്യത്യാസമൊന്നും തന്നെയില്ല. നിലവിൽ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് അഹാന. 1 എന്ന സിനിമയുടെ അഭിനയ രംഗത്തേക്ക് എത്തിയ ഇഷാനിയും കൂടുതൽ കരിയർ ഫോക്കസ് ചെയ്യുകയാണ്. ഫോട്ടോഷൂട്ടുകളും വ്ളോഗിങ്ങിനും ഒക്കെയായി ഇഷാനി തിരക്കിലാണ്. അർജുൻ എന്നയാളുമായി ഇഷാനി പ്രണയത്തിലാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓസിയുടെ ചടങ്ങുകളിൽ അർജുന്റെ സജീവ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഇനി അഹാനയ്ക്ക് മുന്നേ ഇഷാനിയും വിവാഹിതയാകുമോ എന്നാണ് ആരാധകരുടെ സംശയം. ഇഷാനിയാണോ അഹാനയാണോ ഇനി വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന ചർച്ചയുണ്ട്. എന്നാൽ ഇതിൽ 2 പേരും പ്രണയത്തിലാണെന്ന് പറയുന്നത്. അർജുനെ കുറിച്ച് മുൻപ് സിന്ധുകൃഷ്ണ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഷാനിയുടെ സുഹൃത്ത് എന്ന നിലയിലാണ് പറഞ്ഞത്. എന്നാൽ ഇഷാനിയും അർജുനും പ്രണയത്തിലാണെന്നാണ് ചിലർ പറയുന്നത്. ദിയയുടെ വിവാഹം കഴിഞ്ഞ നിലയ്ക്ക് ഇഷാനിയുടെ വിവാഹവും ഉണ്ടാവുമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഇഷാനിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയും വൈറലായിരുന്നു. തന്നെ പങ്കാളി എന്ന് പറഞ്ഞ് പല അവസരത്തിലും ഇഷാനി പരിചയപ്പെടുത്തിയ അർജുൻ നായർക്കൊപ്പമായിരുന്നു ആ വീഡിയോയും. ഇരുവരും പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. അടുത്തിടെ അർജുൻ 25ാം പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഇഷാനി പങ്കുവച്ച പോസ്റ്റും വൈറലായി മാറിയിരുന്നു. ജിം വർക്കൌട്ട് എങ്ങനെയായിരുന്നു എന്നതായിരുന്നു ഇഷാനിയുടെ ആ വീഡിയോയിൽ കാണിച്ചിരുന്നത്. 100 കിലോ ഭാരമുള്ള ലെഗ് പ്രസ് മെഷീൻ മേലെ 70 കിലോ ഭാരമുള്ള അർജുനും കയറിയിരിക്കുന്നു. ട്രെയിനറുടെ നിർദ്ദേശപ്രകാരം ഇഷാനി അത് പുഷ് ചെയ്യുന്നതാണ് വീഡിയോ. പക്ഷേ ആരാധകരുടെ കണ്ണുടക്കിയത്
എന്നത് അതിന് മുകളിൽ ചമ്മറം പടഞ്ഞിരിക്കുന്ന അർജുൻ ഇഷാനിയെ നോക്കുന്ന ആ നോട്ടത്തിലാണ്. അവന്റെ ആ നോട്ടത്തിലെല്ലാം ഉണ്ട് എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന ഭൂരിഭാഗം കമന്റുകളും. ഇഷാനിയുടെ ഹെവി വർക്കൌട്ടിനെ പ്രശംസിക്കുന്നവരെയും അതിൽ ആകുലപ്പെടുന്നവരെയും കമന്റിൽ കാണാം. ഇഷാനിയുടെ പ്രണയത്തെക്കുറിച്ചുള്ള വാർത്തകൾ സജീവമാകുമ്പോൾ തന്നെ അഹാനയെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സൗഹൃദത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ആളാണ് അഹാന കൃഷ്ണ. വ്ളോഗിലും പോസ്റ്റുകളിലുമൊക്കെയായി സുഹൃത്തുക്കളോടൊപ്പമുള്ള മനോഹര നിമിഷങ്ങളും അഹാന പങ്കുവയ്ക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയായി അഹാനയുടെ പോസ്റ്റുകളെല്ലാം വൈറലായി മാറാറുമുണ്ട്. ഛായാഗ്രഹനായ നിമിഷ് രവിയും അഹാനയും പ്രണയത്തിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വളരെ മുൻപേ പ്രചരിച്ചിരുന്നു. ഇതേക്കുറിച്ച് ഇവർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരുമിച്ചുള്ള ഒരു യാത്രയിലെ ചിത്രമായിരുന്നു നിമിഷ് ഒടുവിലായി പങ്കുവച്ചത്. ഇത് അഹാനയല്ലേ എന്നാണ് ചിത്രം കണ്ടവരെല്ലാം ചോദിക്കുന്നത്. പെയിന്റിംഗ് പോലെ അനുഭവപ്പെട്ടൊരു റിയൽ മൊമെന്റ് എന്ന ക്യാപ്ഷനോടെയായിരുന്നു നിമിഷ് പുതിയ പോസ്റ്റ് പങ്കിട്ടത്. പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ചിത്രത്തിലുള്ളത്. ഇത് അഹാനയല്ലേ എന്നായിരുന്നു പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ. രാജസ്ഥാനിൽ നിന്നും പകർത്തിയ ഫോട്ടോയാണെന്നും നിമിഷ് കുറിച്ചിരുന്നു. ചിലർ സ്നേഹം അറിയിച്ചപ്പോൾ മറ്റു ചിലർ കരയുന്ന സ്മൈലിയുമാണ് എത്തിയത്. ദിയയുടെ കല്യാണത്തിലും നിമിഷ് പങ്കെടുത്തിരുന്നു. അഹാനയും നിമിഷും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒന്നും ചർച്ചയായിരുന്നു. മൈ ലവ്ലി പീപ്പിൾ എന്ന ക്യാപ്ഷനോടെയായിരുന്നു ചിത്രം പങ്കുവച്ചത്. മാച്ചിങ് കളറിലുള്ള ഡ്രസ് കണ്ടതോടെ ഇവരുടെ വിവാഹ നിശ്ചയവും ഇതിനിടയിൽ കഴിഞ്ഞു എന്നായിരുന്നു ചോദ്യങ്ങൾ. ഇതോടെയായിരുന്നു വിശദീകരണവുമായി നിമിഷ് എത്തിയത്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണത്തിലെ ചിത്രങ്ങളാണ് അതെന്നായിരുന്നു കുറിപ്പ്. പിറന്നാൾ ദിനത്തിൽ പരസ്പരം ആശംസകൾ അറിയിച്ചുള്ള പോസ്റ്റുകളുമായും ഇവരെത്താറുണ്ട്. പിറന്നാൾ ആശംസകൾ പാർട്ട്ണർ, കോൺഫിഡന്റ്, ബെസ്റ്റ് ഫ്രണ്ട് എന്നായിരുന്നു ഇടയിലൊരിക്കൽ നിമിഷ് അഹാനെക്കുറിച്ച് എഴുതിയത്. പാർട്ട്ണർ എന്ന് കണ്ടതോടെയായിരുന്നു ചർച്ചകൾ തുടങ്ങിയത്. ഇതിലും വലിയ തെളിവ് ഇനി കിട്ടാനില്ല, അവർ പ്രണയത്തിലാണ്, സമയമാവുമ്പോൾ വിവാഹിതരായിക്കോളും എന്നായിരുന്നു കമന്റുകൾ. ചർച്ചകൾ വൈറലായപ്പോഴും ഇരുവരും പ്രതികരിച്ചിരുന്നില്ല. സിനിമയിലെത്തിയ കാലം മുതൽ തന്നെ അഹാനയോട് വിവാഹത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. തന്നെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ജീവിത പങ്കാളിയായി വരേണ്ടതെന്നായിരുന്നു അഹാന പറഞ്ഞത്. കല്യാണത്തെക്കുറിച്ചോ പുതിയ വീടിനെക്കുറിച്ചോ ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. നടക്കേണ്ട സമയത്തെല്ലാം നടന്നോളും എന്ന വിശ്വാസമാണ് തനിക്കെന്നും അഹാന പറഞ്ഞിരുന്നു. ദിയയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇതേ ചോദ്യം വീണ്ടും കേൾക്കുന്നുണ്ട് അഹാന. ലൂക്ക എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹനായിരുന്നു നിമിഷ്. അഹാനയുടെ കരിയർ ബെസ്റ്റ് ചിത്രങ്ങളിലൊന്നാണ് ലൂക്ക. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. ടോവിനോ ആയിരുന്നു ചിത്രത്തിലെ നായകൻ. ഇവരുടെ കെമിസ്ട്രിക്ക് ഗംഭീര പിന്തുണയായിരുന്നു ലഭിച്ചത്. സിനിമാ മോഹവുമായി നടന്ന കാലം മുതൽ നിമിഷിനെ അറിയാം അഹാനയ്ക്ക്. ഇന്നലെ എന്ന പോലെ അന്നത്തെ കാര്യങ്ങൾ ഞാൻ ഓർത്തിരിക്കുന്നുണ്ടെന്നായിരുന്നു ഇടയ്ക്ക് നിമിഷിനെ കുറിച്ച് അഹാന എഴുതിയത്.